വെറും 5 സ്റ്റെപ്പിൽ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് ലോട്ടസ് ബൊട്ടാണിക്കൽസിന്റെ വൈറ്റമിൻ സി സ്ക്രീൻ വൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഇതിൽ 5 ട്യൂബ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ക്ലെൻസിങ് ആണുള്ളത്. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഡേർട്ടും ഒക്കെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ സ്ക്രബാണ്. ആ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റെജുവിനേറ്റിംഗ് ക്രീമാണ്. അതായത് ഒരു ഫേഷ്യൽ മസാജിനുള്ള ക്രീമാണ് കേട്ടോ. 3 to 4 minutes നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 15 to 20 minutes അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സീറമാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു നല്ലൊരു ഗ്ലോയും അതുപോലെ മോയ്സ്ചറൈസിങ് എഫക്റ്റും ആണ് കേട്ടോ കിട്ടുന്നത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മേക്കപ്പ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ആദ്യമേ മോയ്സ്ചറൈസറും സൺസ്ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഇതിനു മുമ്പ് താല്പര്യം ഉണ്ടെങ്കിൽ കൺസീലറൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ ഐ സർക്കിൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കൺസീൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ വെച്ച് തന്നെയാണ് കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫിനിഷ് വരുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോണ്ടോർ ആണ് കേട്ടോ. കോണ്ടോർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചബ്ബി ആയിട്ടുള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. ഒരു ഷാഡോ എഫക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചീക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഒരു ഷാഡോയി എഫക്റ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ഭംഗിയാണ് നമ്മളുടെ ഇത് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ ജോബോണിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എന്താണ് ഇതുപോലെ ജോസ് ഒക്കെ തൂങ്ങിക്കിടപ്പുണ്ടെങ്കിൽ താഴെ സ്കിന്നൊക്കെ ഡബിൾ ഇതായിട്ട് തൂങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നോസിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നോസിൽ അപ്ലൈ ചെയ്യുന്നത്. കോണ്ടോർ ഇത്രയും അപ്ലൈ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലഷാണ്. ബ്ലഷ് എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രശ്നമൊന്നും വരത്തില്ല. എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഫിനിഷ് വരുന്നതായിരിക്കും. നമുക്ക് നല്ലൊരു ഫിനിഷിങ് വരണമെങ്കിൽ നല്ലൊരു ബ്ലെൻഡിങ് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് ഞാൻ ആ ഒരു ബ്ലഷ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അതായിരിക്കത്തില്ല പ്രൊഫഷണലി, ബട്ട് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. നെക്സ്റ്റ് ഞാൻ നോസിൽ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാണ്. അവിടേക്ക് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചീക്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബോണിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐബ്രോസിന്റെ താഴെയായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐബ്രോസിനും കറക്റ്റായിട്ട് ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ബ്ലെൻഡിങ്ങിൽ തന്നെയാണ് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ. എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ നമുക്കൊരു നല്ല ഫിനിഷും അതുപോലെ നാച്ചുറൽ ലുക്കും ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ഞാൻ ഐ മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു മസ്കാര ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ നേരത്തെ എടുത്ത ഹൈലൈറ്ററും കൂടെ ഔട്ടർ സൈഡിൽ ഞാൻ ആ ഒരു ഔട്ടർ ഐലിഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഷാഡോയി ഷിമ്മറി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഐ ഷാഡോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഐലൈനർ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐലൈനറാണ്. നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഒരു മേക്കപ്പിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐലൈനർ മസ്റ്റ് ആണ്. ട്രൂലി മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു ഐലൈനർ. എൻവൈബയുടെ ട്രൂലി മാറ്റ് ആയിട്ടുള്ള ഐലൈനറാണ്. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവുകയും ചെയ്യും. നല്ലൊരു ഫിനിഷാണ് നമ്മുടെ ഐസിന് തരുന്നത്. നമ്മുടെ ഐസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയാണ് നമ്മുടെ കണ്ണുകൾക്ക് ഈ ഒരു ഐലൈനർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇനി ഞാൻ ലോവർ വാട്ടർ ലൈനിലും കൂടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫിനിഷിങ് നോക്കിയാൽ മതി. എത്രത്തോളം നമ്മുടെ കണ്ണുകളെ ആ ഒരു ഐലൈനർ ഭംഗിയാക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത്. കണ്ടോ, നമ്മുടെ കണ്ണ് നല്ല ഭംഗിയുള്ളതാവാൻ ഈ ഒരു ഐലൈനർ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐലാഷിനെസ്സിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. മസ്കാര ലോവർ ലാഷസിലും അപ്ലൈ ചെയ്തു, അപ്പർ ലാഷസിലും അപ്ലൈ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് താഴെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ കൈകൊണ്ട്
ഇങ്ങനെ തൂത്ത് കളയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഐയുടെ മേക്കപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിപ്സ് ആണ് നെക്സ്റ്റ് ഉള്ളത്. ലിപ്സിൽ ഞാൻ ഇതുപോലെ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്സിന് പ്രത്യേക ഒരു പോപ്പ് ഔട്ട് ചെയ്ത് കാണിക്കാനായിട്ട് ഇത് സഹായിക്കും. നല്ലൊരു ഫേസിൽ നമ്മളുടെ ആ ഒരു ലിപ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എപ്പോഴും ഐലൈനർ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം ദാ ഇതുപോലെ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ ഒരു ഗ്ലോയി ഫിനിഷ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അധികം ഒന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു ചെറിയ ഫെസ്റ്റീവ് സീസണിനും ഫങ്ഷൻസിനും ഒക്കെ പോകാനായിട്ട് ഈ ഒരു മേക്കപ്പ് ധാരാളമാണ് കേട്ടോ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ലോട്ടസ് ബൊട്ടാനിക്കൽസിൻ്റെ ആ ഒരു ഫേഷ്യൽ കിറ്റും മേടിച്ച് ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. ബൈ.